ബെന്നി ഓട്ടു മറിൻ ചേച്ചി. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നമ്മുടെ പ്രസിഡന്റ് സതീഷ്, എത്രയും പ്രിയപ്പെട്ട ലയൺസ് കുടുംബാംഗങ്ങളെ, സതീഷ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ഒരു മെസ്സേജ് പറയണമെന്ന് പറഞ്ഞു. ഞാനത് പറയാമെന്ന് പറഞ്ഞു. പക്ഷെ ചെറിയ സാങ്കേതിക കാരണങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ഒരു നല്ലൊരു പ്രസംഗം പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചില്ല. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ക്ലബിൽ പറഞ്ഞ ഒരു സന്ദേശം കുറച്ചും കൂടിയൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ആവർത്തന വിരസതയുള്ളവർ സദയം ക്ഷമിക്കണം. അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന സന്ദേശവുമായി നമ്മളെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്ന, ഈ ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ ശുഭാവസരത്തിൽ കഴിഞ്ഞുപോയ ക്രിസ്മസിൻ്റെ നന്മയും സന്തോഷവും സമാധാനവും എല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ട് സന്ദേശത്തിലേക്ക് കടക്കട്ടെ. നമുക്ക് ക്രിസ്മസ് ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ക്രിസ്മസിൻ്റെ കളർ എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് റെഡും വൈറ്റുമാണ്. പിന്നെ ഈയിടെയായിട്ട് ഇപ്പോൾ ഗ്രീനും ഒരു നേവി ബ്ലൂ ഒക്കെ ക്രിസ്മസിൻ്റെ കളറുകളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാലും റെഡ് തന്നെയാണ് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കളറ്. ഈ റെഡ് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു സ്ഥിരമായിട്ട് റെഡ് കാണുന്ന പല അവസരങ്ങളും നമുക്കുണ്ട്. അതിൽ ചിലതിനെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മൾ ഇപ്പോൾ റെഡ് ഉദയ സൂര്യൻ്റെ ശോഭയിലും അസ്തമയ സൂര്യൻ്റെ ശാന്തതയിലും നമ്മൾ നല്ല റെഡ് കാണും. പക്ഷെ നമുക്കൊന്ന് നിത്യമായിട്ടത് കാണാനായിട്ട് അവസരം കിട്ടാറില്ല. പക്ഷെ നമ്മൾ ദിവസവും കാണുന്ന രണ്ട് റെഡ് കളറുകളാണ്. ഒന്ന് ട്രാഫിക് സിഗ്നലിലുള്ള ഒരു റെഡ് ലൈറ്റും, പിന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ കാറിലും വാഹനങ്ങളിലൊക്കെ കാണുന്ന ഒരു റെഡ് ലൈറ്റ്. പെട്ടെന്ന് നമുക്ക് ആ കളർ കാണുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും അയ്യോ സ്റ്റോപ്പായി പോയല്ലോ എന്ന് നമുക്കൊരു വിഷമം മനസ്സിലേക്ക് വരും. പക്ഷേ ആ വിഷമം ഒരു രക്ഷയുടെ സേഫ്റ്റിയുടെ ഒരു മെസ്സേജാണ് നമുക്ക് തരുന്നത്. നമ്മൾ പോയാൽ നമുക്ക് അപകടമാണ്, നമ്മളവിടെ നിന്നാൽ നമ്മൾ സേഫാണ്. അപ്പോൾ അവിടെ ആ റെഡ് നമുക്ക് സേഫ്റ്റിയുടെ ഒരു സന്ദേശമാണ് നമുക്ക് തരുന്നത്. പിന്നെ ക്രിസ്മസ് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ ഫെബ്രുവരി ആകുമ്പോൾ സെൻറ്റ് വാലന്റൈൻ എന്ന വിശുദ്ധൻ്റെ ഫീസ്റ്റായിട്ട് ഫെബ്രുവരി 14 നമ്മൾ വാലന്റൈൻസ് ഡേ ആഘോഷിക്കും. അവിടെ എല്ലാവരും ഈ പ്രണയിച്ചവരും പ്രണയിക്കുന്നവരും സ്നേഹിക്കുന്നവരും എല്ലാം സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് റെഡ് റോസ് കൊടുക്കും, അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പിലുള്ള ഗിഫ്റ്റുകളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അവിടെ നമ്മൾ കാണുന്നത് ഈ ഹാർട്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഹൃദയവും അതിലൂടെ ഒഴുകുന്ന ചുവന്ന രക്തവും നമുക്ക് നല്ല പരിചയമാണ്. നമുക്കറിയാം ഈ ഹൃദയം എന്ന് പറയുന്ന സംഭവം നമ്മൾ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായി കഴിഞ്ഞാൽ ഒരു 4-5 ആഴ്ചകൾക്ക് ശേഷം അത് നമ്മുടെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ അത് ഹൃദയമിടിപ്പ് തുടങ്ങും, ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങി അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വരെ ഒരു സമയത്തും ഒരു സ്റ്റോപ്പില്ലാതെ നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് ഹാർട്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഹാർട്ട് സൂചിപ്പിക്കുന്നത് എന്താ? ഒരു ഹാർഡ് വർക്ക്, ഒരു പ്രവർത്തനക്ഷമത, ഒരു ഹാർഡ് വർക്ക് തന്നെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ നല്ല മനസ്സ്, നല്ല ഹൃദയമുള്ളവരെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നല്ല മനസ്സിനെയും അത് സൂചിപ്പിക്കുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് കാണുന്നത് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പോസ്റ്റ് ബോക്സ്. അതിൻ്റെ എല്ലാം കളറ് ചുവപ്പാണ്. എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷ് UK-യിലും നമ്മുടെ ഇവിടെ എല്ലാം പോസ്റ്റ് ബോക്സുകളെല്ലാം റെഡ് കളറാണ്. അവിടെ റെഡ് സൂചിപ്പിക്കുന്നപ്പോൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഫോണും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മെസ്സേജ് കൈമാറുന്നത് ലെറ്ററിലൂടെ തന്നെയാണ്. എപ്പോഴും നമ്മൾ ലെറ്റർ എഴുതി, ക്രിസ്മസിനാണെങ്കിലും ഗ്രീറ്റിങ്സ് എല്ലാം നമ്മൾ എഴുതി പോസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയിടും. അതാണ് വേറൊരു സ്ഥലത്തേക്ക് എത്തുന്നത്. ഒരു ആശയവിനിമയമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ പരസ്പരം സംസാരിക്കാതെ ഇരിക്കുകയും ആശയവിനിമയം നടത്താത്ത അവസ്ഥയിൽ നിന്ന് ആലോചിച്ച് നോക്കുകയും ഹസ്ബൻഡ് വൈഫായിട്ടും മാതാപിതാക്കളും മക്കളുമായിട്ടും അവിടെ ഇവിടെ ഫോണിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് നമ്മൾ മെസ്സേജ് നോക്കാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വർത്തമാനം പറഞ്ഞ് കുറച്ച് സമയമൊക്കെ ചിലവഴിക്കുമ്പോൾ നമ്മുടെ ആ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു ആശയവിനിമയത്തിൻ്റെ ഒരു കളറാണ് അവിടെ നമുക്ക് റെഡ് കാണിച്ചു തരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ VIPs ഒക്കെ വരുന്ന സ്റ്റേജുകൾ, ആ സ്റ്റേജിൻ്റെ കാർപ്പറ്റെല്ലാം റെഡ് കാർപ്പറ്റാണ്. അതിന് കാരണം VVIPസിനെയും VIPസിനെയൊക്കെ ബഹുമാന പുരസ്സരം സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് റെഡ് കാർപ്പറ്റ് വിരിക്കുന്നത്. ഇപ്പോൾ കല്യാണങ്ങൾക്കും എല്ലാം പലരും പന്തലുകളിലെല്ലാം റെഡ് കാർപ്പറ്റ് ഇപ്പോൾ കോമൺ ആണ്. അതിൻ്റെ കാരണം റെസ്പെക്റ്റാണ് അവിടെ കാണിക്കുന്നത്. VIPസിനോടൊക്കെയുള്ള നമുക്കുള്ള ബഹുമാനം.
നമുക്കും എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായ ഒരു കാര്യമാണ് മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ റെഡിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ കർദിനാൾമാരുടെയൊക്കെ അവരുടെ തൊപ്പി റെഡാണ്, അവരുപയോഗിക്കുന്ന അരപ്പട്ട റെഡാണ്. പിന്നെ ഈ ചില ഇപ്പോൾ മർത്തോമ, ജാക്കബൈറ്റ്, ഓർത്തഡോക്സ് സഭകളിലെ പിതാക്കന്മാരെപ്പോഴും റെഡ് ഡ്രസ്സ് ഇടും. എനിക്ക് പരിചയമുള്ളൊരു പിതാവിനോട് ഞാൻ ചോദിച്ചു, പിതാവ് എന്താ നിങ്ങൾ ഈ റെഡ് ഡ്രസ്സ് ഇടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പിതാവ് പറഞ്ഞു, അത് ത്യാഗത്തിൻ്റെ സിമ്പലാണ്. കാരണം സഭയുടെ മണവാട്ടിയായിട്ടാണ് പിതാക്കന്മാരെ കാണുന്നത്. അവർ സഭയ്ക്ക് വേണ്ടി ത്യാഗം അനുഷ്ഠിക്കുന്നു. അപ്പോൾ ത്യാഗത്തിൻ്റെ പ്രതീകമായിട്ടാണ് അവരുടെ ഡ്രസ്സിലും അവരുടെ ഈ തൊപ്പിയിലും എല്ലാം റെഡ് കളറ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ത്യാഗത്തെ പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ക്രിസ്മസുമായിട്ട് ഇത് ബന്ധപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ മാതാവും യോസേപ്പ് പിതാവും ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. ആ ത്യാഗത്തിലൂടെയാണ് ലോകത്തിന് മുഴുവൻ രക്ഷയായിട്ട് യേശു സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സമയമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം. അത് ത്യാഗത്തിലൂടെ വന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ ത്യാഗവും സ്നേഹവും ബഹുമാനവും എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഹാർഡ് വർക്കിലൂടെ നമുക്ക് ജീവിത വിജയമുണ്ടാവും. ജീവിത വിജയത്തിലൂടെ നമുക്ക് സമാധാനമുണ്ടാവും. സമാധാനത്തിലൂടെ നമുക്ക് സേവനത്തിലേക്ക് തിരിയാൻ പറ്റും. ഇതെല്ലാം വരുമ്പോൾ നമ്മളൊരു അർത്ഥപൂർണമായ ജീവിതത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ, നമുക്കിനി ന്യൂ ഇയർ വരാനായിട്ട് 2-3 ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഈ വർഷം നമുക്ക് സംഭവിച്ച കോട്ടങ്ങളെല്ലാം നേട്ടങ്ങളായും ദുഃഖങ്ങളെല്ലാം സുഖങ്ങളായും സന്താപങ്ങളെല്ലാം സന്തോഷമായിട്ടും നമ്മുടെ തെറ്റുകളെല്ലാം ശരികളുമായിട്ടും നമ്മളെല്ലാം ഒന്ന് വിലയിരുത്തി നമുക്ക് 2025 ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് തീരുമാനിക്കാം. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സർവ്വവിധ ഐശ്വര്യങ്ങളുടെയും ഏറ്റവും നല്ലൊരു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.